കുറേ നേരം വീട്ടിലെ പണിയും പിന്നെ യൂട്യൂബിന്റെ പണിയും ഇതെല്ലാം കൂടെ പണി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുട്ടുകുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. പെടലിക്ക് നീറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഇതുപോലെ പെടലി വേദനയൊക്കെ വരാതിരിക്കുമല്ലോ, വരുമല്ലോ. അപ്പോൾ പിന്നെ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുൻകൂർ ജാമ്യമായിട്ട് പോയി ഡാൻസിനൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിം എവിടെ ചേച്ചിയും ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ബോറടിച്ചുകൊണ്ട് അത് ഞാൻ നിർത്തിയിട്ട് ഇപ്പോൾ ഡാൻസിന്റെ പുറകിലാണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വന്നത്. എൻ്റെ കൂടെ ഡാൻസ് പഠിക്കാനാന്ന് പറഞ്ഞ് അപ്പുക്കുട്ടനും കയറി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കാര്യത്തോട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് അവൻ സൈഡിലോട്ട് അങ്ങ് ഒതുങ്ങി. അങ്ങനെ ഒരു 2-2.5 മണിക്കൂറോളം നന്നായിട്ട് കിടന്ന് തുള്ളി കളിച്ചിട്ട് നേരെ നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ 2 ദിവസം മുമ്പേ ബുക്ക് ചെയ്തതാണ്. അപ്പം ഇന്ന് ഇനിയിപ്പം ഞാനും അപ്പുക്കുട്ടനും കൂടെ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് അപ്പുക്കുട്ടന് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവന് ഫുഡ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്തിട്ട് അവൻ ആരും സഹായം ഇല്ലാതെ മുണുങ്ങിയിരുന്ന് കഴിക്കുന്നുണ്ടോ. അതല്ലെങ്കിൽ ഞാൻ പൊന്നുമോനെ കഴിക്കുമോനെ എന്ന് പറഞ്ഞ് അവൻ്റെ പുറയിൽ എത്ര നേരം നടക്കണം എന്നറിയാവോ. അപ്പം ഞാനാണെങ്കിൽ പഞ്ചസാര ഒന്നും ഇല്ലാതെ ഒരു പഞ്ചാര ജ്യൂസ് ഒന്ന് പോലും ഞാൻ പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചങ്ങ് കുടിച്ചേ. ശേഷം അവിടുന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് നേരെ നമ്മൾ തിയേറ്ററിലോട്ട് പോവാണ്. 6:30 കേട്ടോ സിനിമ. നമ്മൾ 6:25 ഓടിപ്പിടിച്ചെത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പ്രാണനും ചങ്കും എല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. സുമതിവളമായിരുന്നു കേട്ടോ സിനിമ. പ്രേത സിനിമ ആയതുകൊണ്ട് തന്നെ അപ്പുക്കുട്ടന് ചെറിയ പേടിയായിട്ടുണ്ടായിരുന്നു. അത് മുട്ടുകാലിരുന്ന് വിറയ്ക്കുന്ന കണ്ട അത് പേടിച്ചിട്ടായിരുന്നു. സിനിമ നല്ല സിനിമയായിരുന്നു. അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.